അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ഷഫീഖ് ഇ പി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ താരീഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം, ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ താഴെ 7ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ച 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്താനാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ ബസ്ര, കൂഫ, ഉർദുൻ. എവിടെയാണ്? കൂഫ എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത്, ഇസ്ലാം സ്വീകരിക്കുമ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സ് 10, 20, 15. അപ്പോൾ 15 എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തെ ചോദ്യം, മമ്പുറം തങ്ങൾ വഫാത്തായത് മുഹറം 7, മുഹറം 17, മുഹറം 27. അപ്പോൾ മുഹറം 7 എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തത്, ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഹിജ്റ 23, ഹിജ്റ 13, ഹിജ്റ 3. അപ്പോൾ ഹിജ്റ 3 എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത്, നബിയോട് രൂപസാദൃശ്യമുള്ളവർ അലി റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് ശരി. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി ആറാമത്തത്, ഖാളി മുഹമ്മദ് എന്നവരുടെ ഖബർ കുറ്റിച്ചിറ, പൊന്നാനി, വെളിയങ്കോട്. അപ്പോൾ കുറ്റിച്ചിറ എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി ഏഴാമത്തെ ചോദ്യമാണ് അവസാനത്തേത്. ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ചു അമ്മാർ റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം യോജിപ്പിക്കുക എന്നുള്ളതാണ്. താഴെ 7ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിലുണ്ട്. അപ്പോൾ അവിടെ നിന്നും എടുത്തെഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം, അറക്കൽ രാജകുടുംബത്തിൻ്റെ ആദ്യ തലസ്ഥാനം ഏതായിരുന്നു? ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. അഹ്കാമു ഇഹ്കാമിൻ നിക്കാഹി, അതുപോലെ പുത്തനാശയക്കാർ, ധർമ്മടം, സുബൈർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അംറുബിനു ജർമൂസ്, അതുപോലെ അഷറത്തുൽ മുബഷറ. അപ്പോൾ അറക്കൽ രാജകുടുംബത്തിൻ്റെ ആദ്യ തലസ്ഥാനം ധർമ്മടം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത്, ശത്രുക്കളുടെ നീക്കങ്ങൾ അറിയാൻ ധൈര്യം കാണിച്ചു ആരായിരുന്നു? സുബൈർ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തത്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകി ആരായിരുന്നു? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇനി നാലാമത്തത്, മഖ്ദൂം രണ്ടാമൻ രചിച്ചു അഹ്കാമു ഇഹ്കാമിൻ നിക്കാഹി. അഞ്ചാമത്തത്, മദ്ഹബുകൾ തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞവർ പുത്തനാശയക്കാർ. അപ്പോൾ ബ്രാക്കറ്റിൽ നിന്നും പുത്തനാശയക്കാർ എന്നുള്ളത് എടുത്തെഴുതുക. ആറാമത്തത്, അവർ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞവർ ആരായിരുന്നു? അശറത്തുൽ മുബഷറ. ഏഴാമത്തത്, സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ അംറുബിനു ജർമൂസ്. ഇനി മൂന്നാമത്തെ പ്രവർത്തനമാണ് രചയിതാക്കളുടെ പേര് എഴുതുക. ഒന്നാമത്തത്, മുഹിയുദ്ദീൻ മാല. മുഹിയുദ്ദീൻ മാല രചിച്ചതാരാണ്? ഖാളി മുഹമ്മദ്. രണ്ടാമത്തത്, സ്വല്ലൽ ഇലാഹു എന്നുള്ളൊരു ബൈത്തുണ്ട്. അപ്പോൾ അത് രചിച്ചത് വെളിയങ്കോട് ഉമർ ഖാളി. മൂന്നാമത്തത്, സിഹാഹു ഷെയ്ഖൈൻ രചിച്ചതാരാണ്? അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി. നാലാമത്തത്, ഫതുഹുൽ മുഈൻ രചിച്ചത് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. അഞ്ചാമത്തത്, കിതാബുൽ അദ്കിയ രചിച്ചത് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ. ഇനി നാലാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അവിടെയും 7ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്നാമത്തത്, റഈസു ഡേഷ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അപ്പോൾ അവിടെ മുഹഖിഖീൻ എന്നാണ്. റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. രണ്ടാമത്തത്, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഡേഷ് 4-ാം വർഷം.
അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഹിജ്റ 4-ാം വർഷം. മൂന്നാമത്തത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ ഡേഷ് എവിടെയായിരുന്നു? ജന്നത്തുൽ ബക്കിയ. അപ്പോൾ അവിടെ ജന്നത്തുൽ ബക്കിയ എന്നാണ് എഴുതി കൊടുക്കാനുള്ളത്. നാലാമത്തത് മൗലാന ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ജനിച്ച സ്ഥലം ഏതായിരുന്നു? മലപ്പുറം ജില്ലയിലെ AR നഗർ. അപ്പോൾ അവിടെ അത് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭീഷണി നേരിട്ടത് ഡാഷ്. അപ്പോൾ അവിടെ ഉഹുദ് യുദ്ധത്തിൽ എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ആറാമത്തത് തബൂക്ക് യുദ്ധത്തിന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നൽകിയത് എന്തായിരുന്നു? 200 ഊഖിയ സ്വർണം. അപ്പോൾ അവിടെ 200 ഊഖിയ സ്വർണം എന്ന് എഴുതി കൊടുക്കുക. ഏഴാമത്തത് ഫതുഹുൽ മുഈനിന് ഇആനത്തു ത്വാലിബീൻ എന്ന ഷറഹ് എഴുതി ഡാഷ്. ആരായിരുന്നു? സയ്യിദ് അബൂബക്കറിനിൽ ബക്കരി. ഇനി അഞ്ചാമത്തെ പ്രവർത്തനമാണ് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബഹു. ആരാണ് ഈ കുട്ടി? ആരായിരുന്നു? ഹസൻ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ചോദ്യം, മുശ്രിക്കായ പിതാവിനേക്കാൾ തൻ്റെ വിശ്വാസത്തിന് മുൻതൂക്കം നൽകി ആര്? അബു ഉബൈദ. അപ്പോൾ അവിടെ അബു ഉബൈദ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. മൂന്നാമത്തത് മരണപ്പെടുമ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രായം എത്രയായിരുന്നു? 64. നാലാമത്തെ ചോദ്യം, റിഹ്ലത്തുൽ മുലൂക്ക് രചിച്ചതാര്? റിഹ്ലത്തുൽ മുലൂക്ക് രചിച്ചതാരായിരുന്നു? ആരാണ്? ഇമാം സുഹ്റവർദി. അഞ്ചാമത്തത് ഭരണ തലസ്ഥാനം കൂഫയിലേക്ക് മാറ്റിയ ഖലീഫ ആരായിരുന്നു? അലി റളിയല്ലാഹു അൻഹു. ഇനി ആറാമത്തത് വ്യക്തമാക്കുക എന്നുള്ളതാണ് ചോദ്യം. 1 അമീനു ഹാദിഹിൽ ഉമ്മ ഇത് ആരെക്കുറിച്ച് പറഞ്ഞു? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബു ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. രണ്ടാമത്തെ ചോദ്യം, ബഅലവി കുടുംബം ആരുടെ കുടുംബ പരമ്പരയാണ്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 11ാം പേരമകനായ അലവി ഇബ്നു ഉബൈദില്ല. അപ്പോൾ അവരുടെ കുടുംബ പരമ്പരയാണ് ബഅലവി. ഇനി മൂന്നാമത്തത് കർബല സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയായിരുന്നു? യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല. ഇനി അവസാനത്തെ ചോദ്യമാണ് അഷറത്തുൽ മുബശ്ശറയിലെ ആദ്യത്തെ 4 ആളുകളുടെ പേരുകൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഇനി അവസാനത്തെ ഒരു ചോദ്യമാണ് പട്ടിക പൂർത്തിയാക്കുക. നാമം, പിതാവ്, ഖബർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഷംസുൽ ഉലമ എന്നാണ് നാമം. പിതാവ് കോയക്കുട്ടി മുസ്ലിയാർ, ഖബർ സ്ഥിതി ചെയ്യുന്നത് പുതിയങ്ങാടി. അതുപോലെ നാമം അബ്ദുൽ ബാരി മുസ്ലിയാർ, പിതാവ് ഷെയ്ഖ് അഹമ്മദ്, ഖബർ സ്ഥിതി ചെയ്യുന്നത് വാളക്കുളം. അവസാനത്തെ നാമം മൗലാന മുഹമ്മദ് ഖുതുബി, പിതാവ് അഹമ്മദ്, ഖബർ സ്ഥിതി ചെയ്യുന്നത് ചൊക്ലി. ഇപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.